അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇത് കേൾക്കുമ്പോൾ ആർക്കും വേദനിക്കാൻ നിൽക്കരുത്, ആരെയും പുച്ഛിച്ച് തള്ളാനോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താനോ ഒന്നുമല്ല. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട് അതൊക്കെ കുറച്ച് വൈകിച്ചു എന്ന് കാണുന്നു. ഒരിക്കലും വധശിക്ഷ ഒഴിവാക്കിയിട്ടില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പല ആൾക്കാരും അതിനെ കൊട്ടിഘോഷിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതൊരിക്കലുമല്ല, സമയം ഒരല്പം നീട്ടിയിട്ടുണ്ട്. ഏതിരുന്നാലും നല്ലത് തന്നെ. കാരണം നമ്മുടെ ഒരു സഹോദരിയാണ്, നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ളൊരു സഹോദരിയാണ്. ഗൾഫ് നാടുകളിൽ പോയി പണിയെടുക്കുന്നു. ഭർത്താവ് ഉണ്ടായിരുന്നു, ഭർത്താവ് നാട്ടിലേക്ക് വരുന്നു. പക്ഷെ അവർക്ക് അവിടെ എല്ലാവർക്കും ചരിത്രങ്ങൾ അറിയുമെന്ന് തോന്നുന്നു. അവിടെ ബിസിനസ് നടത്താൻ വേണ്ടി അവിടെ ഒരു പൗരത്വം വേണം എന്നുള്ള നിലക്ക് അവരുടെ ഒരാളുമായി വിവാഹം ചെയ്യുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്ത് എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയാകും. അപ്പോൾ അവർ ആ ഭാര്യ എന്നുള്ള ലെവലിൽ എപ്പോഴും പെരുമാറുന്നു. ഇപ്പോൾ നാട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയാണ്, നീ പോണ്ട എന്ന് പറയുന്നു. പക്ഷേ അവിടെ നമ്മളൊന്നും കൂടി ചിന്തിക്കണം. അവിടെ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഒരു ആളെ കരുവാക്കി ഭർത്താവാക്കി അവിടെ നിർത്തുന്നത്. അപ്പോൾ അതിൽ സമ്മതിക്കാതെ വരുമ്പോൾ മയക്കുമരുന്ന് വെച്ചു കൊടുക്കുന്നു. എത്രയോ മണിക്കൂറുകളോളം ഉറങ്ങേണ്ടി വരുന്നു. അതിനെ മരിച്ചു എന്ന് ഉറപ്പായപ്പം തുണ്ടമാക്കി മാറ്റുന്നു. ഞാനിതിനൊന്നും സപ്പോർട്ട് ചെയ്യാനോ എതിർക്കാനോ അല്ല. അപ്പം നമ്മളിങ്ങനെ കൊട്ടിഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റേതും ഒരു മനുഷ്യൻ തന്നെയാണ്, അതും ഒരു മനുഷ്യനാണ്. അപ്പോൾ അവരുടേതായ വേദനകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വേദനകളും വരും. അപ്പോൾ അറുംകൊല നടത്തിയ ഒരു സ്ത്രീയാണ് നിമിഷപ്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇത് കിട്ടണ്ട, ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ദൈവം അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ട് വരട്ടെ. ദൈവം എന്താണോ തീരുമാനിക്കുന്നത് നടപ്പിലാവട്ടെ. പക്ഷേ അവിടെയുള്ള കക്ഷി ഈ മരിച്ച ആളുടെ തലാലിൻ്റെ സഹോദരൻ എന്ന് പറയുന്നത് ഇതിനൊന്നും കൂട്ടു നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് അംഗീകരിക്കുന്നില്ല. എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കില്ല, വധശിക്ഷ തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. എന്തും ഒരുപാട് പ്രലോഭങ്ങൾ അവർക്ക് വരുന്നുണ്ട്, അതൊന്നും അംഗീകരിച്ചിട്ടില്ല, ഇനി അംഗീകരിക്കുകയും ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് സമ്മർദ്ദങ്ങളും മധ്യസ്ഥ വഹിക്കലും ഒക്കെ പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒന്നും എന്തായിട്ടില്ല. അവർ സഹോദരനായ അബ്ദുൽ ഫത്താഹ് ഒരിക്കലും അബ്ദുൽ ഫത്താഹ് മഹദി എന്ന് പറയുന്നത് സ്വീകരിച്ചിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് സമയം ഇനി വൈകിയാലും വധശിക്ഷ തന്നെ വേണം എന്നുള്ളതാണ്. ഞാൻ രണ്ടിനെ അംഗീകരിക്കാനോ എതിർക്കാനോ അല്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് കൊട്ടിഘോഷിക്കരുത്. നമ്മൾ ഇവിടുന്ന് ആർത്ത് ഇതിനെ ഭയങ്കരമായി സംഭവമാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, നമ്മുടെ എത്രയോ ആൾക്കാർ ഇപ്പോഴും ചതിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ അടക്കപ്പെട്ട് കിടക്കുന്നവരുണ്ട്. അവരുടെ ഒരു മോചനത്തിന് വേണ്ടി അവരെ ഒന്ന് അവരുടെ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ അരികിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതുപോലെ ഇടപെട്ട് കഴിഞ്ഞാൽ എത്രയോ നിരപരാധികളും ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളതാണ്. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. അപ്പം ഈ പറയപ്പെട്ട അബൂബക്കർ മുസ്ലിയാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള നിരപരാധികൾക്ക് വേണ്ടി കൂടി ഇറങ്ങണം. അപ്പോഴാണ് നമ്മൾ മതേതരത്വവും അതുപോലെ തന്നെ മനുഷ്യത്വവും ഉള്ളവരായി മാറുന്നത്. ഇതിനു മുമ്പ് അബ്ദുറഹ്മാൻ അബൂബക്കർ എന്ന പേര് എനിക്ക് ഓർമ്മയില്ല, എത്രയോ കോടി രൂപ ഇവിടുന്ന് സമാഹരിച്ചിട്ടുണ്ട് അല്ലേ? എത്രയോ കോടി സമാഹരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പൂർണ്ണമായിട്ടില്ല. അതൊക്കെ കയ്യബദ്ധമാണ്. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചു ചെയ്തതേ അല്ല എന്ന തെളിവ് സഹിതം അവിടുന്ന് വരുന്നു. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിലേക്ക് ഇടപഴകുമ്പോൾ മറ്റുള്ളവരെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. എത്രയോ ആൾക്കാർ ഇന്ന് ജയിലിൽ കഴിയുന്നുണ്ട്, നിരപരാധികൾ. അവരിറക്കാൻ ഇതുപോലെ മുന്നിട്ട് വന്നാൽ നമ്മുടെ നാട്ടിലെ എത്രയോ പാവപ്പെട്ട വീടുകളിൽ കഷ്ടപ്പെടുന്ന, വ്യസനിച്ച് കണ്ണീരൊലിപ്പിച്ച് ജീവിക്കുന്നവർക്കൊരു സമാധാനമാകും. അതിനെല്ലാവരും തുനിയട്ടെ.